ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ 20 വയസ്സിലൊക്കെ റെറ്റിനോളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. സ്കിൻ കെയർ റുട്ടീൻ എല്ലാവരെയും കുട്ടികളെയും നമ്മൾ കറക്റ്റായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. ഇതൊരു ആന്റി ഏജിങ് ആ ഒരു രീതിയിലോട്ട് പോകുന്നത് ഒരു 27-30 ആ ഒരു ടൈമിലൊക്കെ പോകണമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യം. ആന്റി ഏജിങ് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ആന്റി ഏജിങ് പ്രൊഡക്ട്സ് നമ്മൾ എപ്പോൾ തൊട്ട് യൂസ് ചെയ്യാൻ തുടങ്ങണം? അതോ യൂസ് ചെയ്യണോ, ചെയ്യാൻ പാടില്ലേ? അതിനെ പറ്റിയിട്ടൊന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ റെറ്റിനോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതൽ ആന്റി ഏജിങ്ങിന് വേണ്ടി ആൾക്കാർ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ 20 വയസ്സിലൊക്കെ റെറ്റിനോളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇറ്റ്സ് പ്യൂർലി ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതിനകത്തില്ല. ബട്ട് യൂഷ്വലി യു ക്യാൻ സ്റ്റാർട്ട് അറൗണ്ട് ഈ പറഞ്ഞ പോലെ ഒരു 27-30 ആ ഒരു സമയത്തൊക്കെയാണ് നമുക്കൊരു ആന്റി ഏജിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അതിന് മുന്നേ വി ഹാവ് ടു സ്റ്റിക്ക് ടു എ പ്രോപ്പർ സ്കിൻ കെയർ റുട്ടീൻ. അത് ചെറുപ്പം മുതലേ നമ്മൾ സ്കിൻ കെയർ റുട്ടീൻ എല്ലാവരെയും കുട്ടികളെയും നമ്മൾ കറക്റ്റായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. ഈവൻ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൺസ്ക്രീൻ വരെ ഉണ്ട്. വളരെ ചെറിയ കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ കുട്ടികളുടെ സ്കിൻ കെയർ റുട്ടീൻ ഒന്ന് ശീലമാക്കി കൊണ്ടുവരിക, അവരുടെ അഡോളസൻസിലും അങ്ങനത്തെ രീതിയിലൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യിപ്പിക്കുക. എന്നിട്ടൊരു ആന്റി ഏജിങ് ആ ഒരു രീതിയിലോട്ട് പോകുന്നത് ഒരു 27-30 ആ ഒരു ടൈമിലൊക്കെ പോകണമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യം. അതും നമ്മൾ ഓവർ ദ കൗണ്ടർ വാങ്ങി യൂസ് ചെയ്യാതിരിക്കലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ആന്റി ഏജിങ്ങിന് യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്കിന്നിന് കുറച്ച് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് ആയിരിക്കും, ഈവൻ റെറ്റിനോളൊക്കെ പോലെയുള്ള സാധനങ്ങൾ. അപ്പോൾ ബേസിക്കലി consult a dermatologist and then start a proper anti-aging routine.